പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദുവിൻ്റെയും CA സാറിൻ്റെയൊക്കെ കല്യാണം നിശ്ചയമാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ജയനെയും നവ്യയ്ക്കാണെങ്കിലും നമ്മൾ വിഷമിച്ചിരിക്കുന്ന നന്ദുവിൻ്റെ അടുത്തോട്ട് വന്നിട്ട് നന്ദുവിനെ കുറേ ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തായാലും അനിയായിട്ടുള്ള കല്യാണമൊന്നും നടക്കത്തില്ല, അതുകൊണ്ട് നീ സച്ചിയായിട്ടുള്ള കല്യാണത്തിന് നീ സമ്മതിച്ചതല്ലേ, അപ്പം നീ ഒരു കാര്യം ചെയ്യും, ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ വന്ന് ഡ്രസ്സും ഒക്കെ മാറ്റി ഓർണമെൻറ്റ്സൊക്കെ മാറ്റുക. കാര്യം വെച്ചാൽ ഇനിയും നീ അത് സമ്മതിച്ചില്ലെങ്കിൽ അമ്മ ഇനിയും വീണ്ടും എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടാണെങ്കിൽ അവർ രണ്ടുപേരും നമ്മളെ നന്ദുവിനെ ഒരുപാടൊക്കെ ഉപദേശിച്ചിട്ടാണെങ്കിൽ അവർ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പം ആ സമയത്താണെങ്കിൽ നമ്മൾ അനിയാണെങ്കിൽ നമ്മളെ നന്ദുവിനെ വിളിക്കുന്നുണ്ട്. അപ്പം നന്ദു ചോദിക്കുന്നുണ്ട്, എന്തായി അനി, ഞാൻ പറഞ്ഞ കാര്യം എന്തായി എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അനി പറയുന്നുണ്ട്, നീ പറഞ്ഞ കാര്യം എന്തായാലും എല്ലാം കറക്റ്റായ കാര്യമാണെന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നന്ദുവിൻ്റെ അടുത്ത്. അനി പറയുന്നുണ്ട്, എന്തായാലും നന്ദു, നിനക്ക് സംശയം തോന്നിയ കാര്യങ്ങളെല്ലാം ഞാൻ അന്വേഷിച്ചു. അയാളെക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ നിനക്ക് തോന്നിയ കണക്ക് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഞാൻ അറിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ നവീനേട്ടനും ഉണ്ടായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനൊക്കെ പോയത്. അപ്പം നവീനേട്ടനോട് എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്ക് കുറച്ചും കൂടെ ഹെൽപ്പായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നന്ദുവിൻ്റെ അടുത്താണെങ്കിൽ അനി പറയുന്നുണ്ട്, ഇയാൾ എവിടെ സ്റ്റേഷനിൽ പോയാലും അവിടെ ഇയാൾക്ക് ഓരോ പെണ്ണുങ്ങളും കാര്യങ്ങളൊക്കെ ഇയാൾക്ക് കാണും. ഇയാളാണെങ്കിൽ കല്യാണം കഴിച്ചിട്ടതിൽ ആദ്യം കല്യാണം കഴിച്ചതിൽ ഒരു കുട്ടിയുണ്ടെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇയാളൊരു ഫ്രോഡാണ്, ഇയാൾ പൈസയ്ക്ക് വേണ്ടിയൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇയാൾ അത്ര വിശ്വസിക്കാനോ ഒന്നും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ അനിയാണെങ്കിൽ പറയുന്നുണ്ട്. ഇയാൾ പൈസയ്ക്കും സ്വർണ്ണത്തിനൊക്കെ വേണ്ടി ഇങ്ങനെ ഓരോരുത്തരുടെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയൊക്കെ ചെയ്യും. ഇപ്പം നമ്മൾ അനാമികയും വേണുവിൻ്റെയൊക്കെ കണക്കൊക്കെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുന്ന സമയത്താണെങ്കിൽ നമ്മളെ നന്ദുനാണെങ്കിൽ ദേഷ്യം വന്നിരിക്കും. ഒന്നാതെ നന്ദുനാണെങ്കിൽ ഈ വിവാഹ നിശ്ചയത്തിനൊട്ടും താല്പര്യമില്ല. കനകയാണെങ്കിൽ ഇങ്ങനെ മരിക്കാൻ പോകുന്നതൊക്കെ കണ്ടിട്ടായിരുന്നല്ലോ നമ്മളെ നന്ദു കല്യാണത്തിന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ എല്ലാം കൂടെ കൊണ്ടാണെങ്കിൽ നമ്മളെ നന്ദു ആണെങ്കിൽ വിവാഹ നിശ്ചയത്തിന് ഉടുക്കാൻ വേണ്ടി കൊടുത്ത സാരിയൊന്നും ഉടുക്കാതെ നമ്മളെ നന്ദു ആണെങ്കിൽ പോലീസ് യൂണിഫോം ഇട്ടുകൊണ്ടാണ് അങ്ങോട്ട് വരുന്നത്. യൂണിഫോമിൽ വരുന്നത് കണ്ടിട്ട് എല്ലാവർക്കും ആണെങ്കിൽ ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. കാര്യം വെച്ചാൽ ഒരു കല്യാണ പെണ്ണിൻ്റെ കണക്ക് ഒരുങ്ങി വരാൻ വേണ്ടി സാരി ഓർണമെൻറ്റ്സ് എല്ലാം കൊണ്ട് നവ്യെന്ന് അതിനെയും കൂടെ കൊടുത്തായിരുന്നല്ലോ. അപ്പം നന്ദു ആണെങ്കിൽ ഇങ്ങനെ പോലീസ് യൂണിഫോമിൽ എന്താ ഇങ്ങോട്ട് വരുന്നതെന്നൊക്കെ ആലോചിച്ചിട്ടാണെങ്കിൽ എല്ലാവരും ഒരു കൺഫ്യൂഷനിലൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നയനയാണെങ്കിൽ ദേവ്യാൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇവളെന്താ ഉദ്ദേശിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് നയനയാണെങ്കിൽ പോയി നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ നീ ഇങ്ങനെ ഈ യൂണിഫോമിനകത്ത് നീ വന്നതെന്നൊക്കെ ചോദിക്കുന്ന സമയത്താണല്ലോ നമ്മളെ നന്ദു പറയുന്നുണ്ട്, ഇവിടെ വിവാഹ നിശ്ചയമല്ല നടക്കാൻ പോകുന്നത്, ഇവിടെ ഒരു കള്ളൻ ഇരിപ്പുണ്ടല്ലോ, അവൻ്റെ കള്ളത്തരങ്ങളെല്ലാം കൂടെ ഇപ്പോൾ ഞാൻ ഇവിടെ പൊളിച്ചെടുക്കാനാണ് ഞാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ നേരെ ചെല്ലുന്നുണ്ട് കേട്ടോ നമ്മളെ സച്ചിദാനൻ്റെ അടുത്ത്. ചെന്നിട്ടാണെങ്കിലും സച്ചിയുടെ ഉടുപ്പിൻ്റെ കോളറിൽ പിടിക്കുന്നുണ്ട് കേട്ടോ. പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, എടാ കള്ള, നീ ഇത്ര പേരെ നീ ചതിച്ചിട്ടുണ്ട്, നീ എത്ര പെണ്ണുങ്ങളെ പിറക്കിയാണ് നീ പോയിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ ആഹുള്ള ദേഷ്യം എല്ലാം കൂടെ അങ്ങോട്ട് സച്ചിയുടെ പുറത്തോട്ട് തീർക്കുന്നുണ്ട്. കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ കനകയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കനക ചോദിക്കും, നീ എന്തോ അടി കാണിക്കുന്നത്, നീ ആൾക്കാരുടെ മുമ്പിൽ ആൾക്കാരെ വിളിച്ചു വരുത്തിട്ട് നീ എന്താ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ നന്ദു പറയുന്നുണ്ട്, ഞാൻ എത്ര വട്ടം അമ്മയെടുത്ത് പറഞ്ഞത് ഇയാൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പോലും അമ്മ കേൾക്കുന്നില്ല, അമ്മയ്ക്കാണെങ്കിൽ ഇയാളെ ഭയങ്കര വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ടല്ലേ അമ്മ അങ്ങ് ഇരുന്നത്, ഇയാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്ത് എൻ്റെ ജീവിതം ഇല്ലാതാക്കാനായിരുന്നു അമ്മ ശ്രമിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നന്ദു. എന്നിട്ട് നന്ദു പറയുന്നുണ്ട്, ഇയാളാണെങ്കിൽ ഇയാൾക്ക് ഒരു സ്ഥിരം പരിപാടി, പോകുന്ന സ്റ്റേഷനിലെല്ലാം ഇങ്ങനെ പോയി ഓരോ പെണ്ണുങ്ങളെ പോയി കല്യാണം കഴിച്ചിട്ട് അതിലയാൾക്ക് മക്കളും ഉണ്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കാണെങ്കിൽ എല്ലാവർക്കും ആണെങ്കിൽ ഷോക്കായിട്ടൊക്കെ നിൽക്കുക. ആ സമയത്ത് നന്ദു പറയുന്നുണ്ട്, ഇയാൾ ഇതണക്ക് കല്യാണം കഴിച്ചിട്ട് ഓരോ പെണ്ണുങ്ങളെ സ്വർണ്ണങ്ങളുമായിട്ട് അവിടുന്ന് മുങ്ങുന്ന ഇയാളെ മെയിൻ പരിപാടി എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അല്ലാതെ ഇയാൾ സ്റ്റേഷനിൽ ഇയാൾക്ക് ഈ ട്രാൻസ്ഫർ ആയിട്ട് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള ഓരോ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഇയാൾക്ക് ട്രാൻസ്ഫർ കൊടുക്കുന്നത്, അല്ലാതെ വേറെ രീതിയിലൊന്നും അല്ല, ഇയാളിങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറയുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ആ സമയത്ത് നമ്മളെ കനകയും ഗോവിന്ദനും ചോദിക്കുന്നുണ്ട്, എന്തിനാ മോനെ നീ ഞങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചത്, ഞങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ടാണോ നീ ഞങ്ങളെ ഇങ്ങനെ ചതിക്കാൻ വേണ്ടി നോക്കിയെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവൾക്ക് ആദ്യം തൊട്ടേ നിന്നെ ഇഷ്ടമല്ലായിരുന്നു, നിന്നെ എപ്പോഴും അവൾ പറയും നീ ഒരു ഫ്രോഡാണെന്നൊക്കെ അവൾ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വിചാരിച്ചത് അനിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയാണ് ഇവളിങ്ങനെ പറഞ്ഞതെന്നൊക്കെ മോനെ ഞങ്ങൾ വിചാരിച്ചതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ കനകയും ഗോവിന്ദനും പറയുന്നുണ്ട്, എന്തായാലും ഇത് ഞങ്ങൾക്ക് എന്തായാലും വിശ്വാസമാണ്, കാര്യം വെച്ചാൽ ഇതിപ്പോൾ നവീനല്ലേ കണ്ടുപിടിച്ചിട്ടുള്ളത്, അതുകൊണ്ട് എന്തായാലും ഈ കാര്യം ഞങ്ങൾക്ക് എന്തായാലും വിശ്വസിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ കനകയും ഗോവിന്ദനൊക്കെ ആണെങ്കിലും ഒരു സങ്കടത്തോടെയൊക്കെ പറയുക കേട്ടോ. നന്ദു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ആദർശനൊക്കെ ആണെങ്കിൽ ദേഷ്യം വന്നിട്ട് ആദർശമൊക്കെ ആണെങ്കിൽ നമ്മളെ CAയെ അടിക്കാൻ വേണ്ടിയൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷമാണെങ്കിൽ നമ്മളെ കനകയ്ക്കാണെങ്കിലും ദേഷ്യം വന്നിട്ട് കനകയാണെങ്കിലും നല്ല രീതിയിൽ അങ്ങോട്ട് കൊടുക്കുന്നുണ്ട്, രണ്ടടിയൊക്കെ നമ്മളെ CAയുടെ ചെവിക്കുറ്റിയൊക്കെ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നീ എന്തായാലും എൻ്റെ മോളെ ജീവിതം ഇല്ലാതാക്കാൻ നോക്കിയതല്ലേടാ എന്നൊക്കെ പറഞ്ഞിട്ട്, എന്തായാലും ദൈവത്തിൻ്റെ ഭാഗ്യം കൊണ്ട് എന്തായാലും ഞങ്ങളെ മോളെ ജീവിതം എന്തായാലും രക്ഷപ്പെട്ട് കിട്ടിയെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല 2-3 അടിയൊക്കെ നമ്മളെ കനകയും കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ
നമ്മൾ നന്ദു ആണെങ്കിൽ നന്ദു പറയുന്നുണ്ടായിരുന്നു ഇത് ഇയാളെ സ്വന്തം അച്ഛനമ്മയൊന്നും അല്ല, ഇയാൾ ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഇങ്ങനെ വാടകയ്ക്ക് ഓരോ അച്ഛനമ്മമാരെ ഇറക്കി ഇയാൾ കൊണ്ടുപോകുന്നതൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നയന പറയുന്നുണ്ടായിരുന്നു എന്തായാലും നന്ദുവിന് ഇങ്ങനെ ആദ്യമേ പറയുന്നുണ്ടായിരുന്നു ഇയാളൊരു ഫ്രോഡാണെന്നൊക്കെ. പക്ഷേ നമ്മളത് വിശ്വസിച്ചില്ല. നന്ദുവിന് അനിയായിട്ടുള്ളൊരു ഇഷ്ടം കൊണ്ട് അനിയെ കല്യാണം കഴിക്കാൻ വേണ്ടിയായിരിക്കും നന്ദു ഇങ്ങനെ പറയുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. എന്തായാലും അവൾ പിന്നെ എന്തായാലും കണ്ടെത്തി, എന്തായാലും നവീനേട്ടനും കൂടെ നിന്ന് സഹായിച്ച് എന്തായാലും കണ്ടെത്തിയത് കൊണ്ട് എന്തായാലും നന്ദുവിൻ്റെ ജീവിതം ഇല്ലാതായില്ല, അല്ലെങ്കിൽ അവളുടെ ജീവിതം എന്തായി തീരുമെന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയാണെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഓരോ ജ്യോത്സ്യന്മാരൊക്കെ പറഞ്ഞതല്ലേ, എന്താ വേറെ ആരുമായിട്ട് ഇവിടെ കല്യാണം ഒന്നും നടക്കത്തില്ല, അനിയും നന്ദുവെ ഒരുമിക്കത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതല്ലായിരുന്നു. അപ്പോൾ നിങ്ങളിങ്ങനെ വേറെ ഇത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ചെയ്യാൻ പോയതുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഇങ്ങനെ നാണം കെട്ടൊക്കെ നിൽക്കേണ്ടി വന്നതെന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ടാണെങ്കിലും നമ്മൾ ഗോവിന്ദനിക്കാണെങ്കിലും കനകയാണെങ്കിലും ഒന്നും മിണ്ടാതെയൊക്കെ അവരിങ്ങനെ സങ്കടത്തോടെയൊക്കെ അവർ നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ.